ഇത് കൊച്ചി, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. അനുദിനം വളരുന്ന കൊച്ചിയുടെ മുക്കിലും മൂലയിലും എവിടെ വേണമെങ്കിലും ഈ കഥ നടക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ജനിക്കുമെന്നതും സത്യം, മരിക്കുമെന്നതും സത്യം. ജനിക്കുമെന്നതും സത്യം, മരിക്കുമെന്നതും സത്യം. ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നീ എന്തിന്, നിങ്ങളെന്തിന്, നീ എന്തിന്, നിങ്ങളെന്തിന്, ഇവിടെ താങ്കളെന്തിന്, ഇവിടെ താങ്കളെന്തിന്, നമുക്ക് നമ്മളകാലോ. ഈ മണ്ണിൽ നമ്മളകാലോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കും നമ്മൾ, ആരുടെ കൂടെ നിൽക്കും. നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും, നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. കാരണം ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നീ എന്തിന്, നിങ്ങളെന്തിന്, ഇവിടെ ജാതി എന്തിന്, ഇവിടെ മതം എന്തിന്, ഇവിടെ നിറം എന്തിന്, ഇവിടെ വർഗം എന്തിന്, നമുക്ക് നമ്മളകാലോ. ഈ മണ്ണിൽ നമ്മളകാലോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ. ഇങ്ങോട്ട് എഴുന്നേക്കണ്ട അവിടുന്ന്. മോള് കളിക്ക. മോളെ മോളെ, ഇതാരാന്ന് പറയത്തില്ലേ? എന്താ പഠിക്കാനൊന്നുമില്ലേ? ചോദിച്ചാലോ കഴിച്ചോ? ഇല്ലല്ലേ? അയ്യ, ലക്ഷ്മിട്ടമ്മ എന്താ ചെയ്യുന്നേ? അയ്യോ, കരയാണോ അമ്മേ? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. കരയണ്ടമ്മേ, ഞാൻ വന്നില്ലേ? ഞാൻ പോയാ നിന്നെയും കുഞ്ഞിനെ ആര് നോക്കും മോളെ? ഇതെന്താ എപ്പോഴും പറയുന്നേ? ഒന്നുമില്ല, കഞ്ഞി എടുക്കട്ടെ? ഒക്കെ വലിച്ചു വാരിയിട്ടിരിക്കുക.
ഇതൊക്കെ എപ്പോഴാണ് എടുത്തു വെക്കുന്നത്? അമ്മ ഞാൻ ഇപ്പൊ കഞ്ഞി എടുക്കാട്ടോ. ലക്ഷ്മി ഒന്നിങ്ങ വാ. എന്താണ് ഒരു മര്യാദ ഇല്ലാതെ? പ്ലീസ്, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുന്നു. നിന്റെയൊക്കെ കൂടെ എങ്ങനെയാണ് ഒരു പെണ്ണ് വിശ്വസിച്ച് കിടക്കുന്നത്? ശരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി നീ ഒരു അക്ഷരം വേണ്ടി പോയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് കൂടെ കിടക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്നും പറയണ്ട. എനിക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. എന്നെ മടുപ്പാണ് നിനക്കൊക്കെ. നീ ഒക്കെ ഞാനിപ്പോ ഇരിക്കുന്നത് നൈറ്റ് ഫ്ലാറ്റ് വീട്ടിലാണ്. ചേച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളാണ് തോന്നുന്നത്, എനിക്കറിയില്ല എന്ന പ്രശ്നമൊന്നും. സീനാണ്. ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ചേച്ചി അത്യാവശ്യം നിലയിലാണ്. ഈ ഫ്ലാറ്റിൽ നിന്നും സ്ഥിരം ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ത്രീധന പീഡനമാണോ, ഗാർഹിക പീഡനമാണോ, അതോ അവീത ബന്ധമാണോ എന്നറിയില്ല. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ വീണ്ടും യുവതിക്ക് നേരെ വധശ്രമം. ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വി എസ് ഹൈദരലി ചേരുന്നു. ഹൈദരലി, എന്തായിരുന്നു സംഭവം? പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സംഭവവുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ജോയി, ഇന്ന് രാവിലെയോടെയാണ് യഥാർത്ഥ സംഭവങ്ങളുടെ തുടക്കം. IT ഉദ്യോഗസ്ഥനും ഭർത്താവുമായ അവിനാശാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടത്തിയതെന്നാണ് പരിസരവാസികളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയായാലും പെൺകുട്ടി ഇപ്പോൾ വളരെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ജോയ്,
എന്റെ മോളാ. അവക്ക് എന്താ പറ്റിയേ? ഞാൻ അവളെ പരിശോധിച്ചു. ഒരുപാട് മുറിവുകളുണ്ട് പുറകുവശത്ത്. നൗ ദ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. ഷീസ് അണ്ടർ കീൻ ഒബ്സർവേഷൻ. ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഞാനിവിടെ ചേർന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. തൊട്ടടുത്ത ഫ്ലാറ്റിലാ താമസം. ഈ ഊറുകാരിയെ പറഞ്ഞ അവനെ ചെയ്തെന്ന്. ഞാൻ എന്നാ പോയിക്കോട്ടെ, അല്പം തിരക്കുണ്ടായിരുന്നു. ശരി, എന്തൊക്കെ ആവശ്യം വിളിക്കണം. ഓക്കെ. അവി എടാ, അവി അവി എടാ, എന്തുവാണ് ഇതൊക്കെ? എന്തുകൊണ്ട് സംഭവിച്ചേ? എന്തോ ഇതൊക്കെ? അമ്മ വിളിച്ചപ്പോഴാ കാര്യങ്ങൾ പറയുന്നത്. ന്യൂസ് മുഴുവൻ നിന്നെ പറ്റിയാ. ഞാനൊന്നും ചെയ്തില്ലടാ. നീ എഴുന്നേക്ക്, 2 ദിവസം നമുക്ക് ഇവിടുന്ന് മാറിയിക്കാം. അവി എഴുന്നേക്ക്. എടാ വാടാ, എടാ എഴുന്നേക്ക് അവി. എടാ വാ, എഴുന്നേക്ക്, ഞാൻ കൊണ്ടുവാ നിന്നെ. വാ, എഴുന്നേക്ക്. സാറേ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്ത് നോക്കിയാലോ? സംഭവം ആദ്യം കണ്ടായിരുന്നു പറഞ്ഞേ. സാറേ, 12 ആളെ ആദ്യം കണ്ടെന്ന റിസപ്ഷനിൽ പറഞ്ഞേ. നമുക്ക് അവിടെയും കൂടെ നോക്കിയാലോ സാറേ? സാറേ, അതേപോലെ ഈ സംഭവ സമയത്ത് ഇവിടെ ഒരു ഡെലിവറികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്ന വെച്ച് നോക്കുന്നെങ്കിൽ അയാൾ തന്നെ കുത്തിയത്. ശരി, ഇതല്ലേ നോക്കി. എന്താ സാറിന്റെ ഫ്ലാറ്റിൽ ആളില്ലേ? ഒഴുങ്ങാണം പുറത്തോട്ട് പോയിട്ടുണ്ടോ? അവർ ഈ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടറിയാമോ? ഒത്ത സമയത്താണ് ഇവിടെ വന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല സാറേ. ഈ ഫ്ലാറ്റിൽ ആളില്ലേ സാറേ? അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ അടച്ചിട്ടിരിക്കുകയാണോ അതോ ഇപ്പോഴാണോ അടച്ചത്? ഞാൻ ഈ അടുത്ത സമയത്താണ് സാറേ വന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിപ്പിക്കും. ശരി സാർ. ഓക്കെ. ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളുടെ മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം.
വാടാ. വാ. എടാ വാ. വാടാ. നീ ഇത് എവിടെയാടാ എന്നെ കൊണ്ടുവന്നേ? എടാ ഇതെന്റെ അപ്പന്റെ സ്ഥലമാ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരാറുള്ളതാ. ഇവിടെ പ്രത്യേകിച്ച് ആരും കാണാറൊന്നുമില്ല. നീ ഒന്നേ, നമുക്ക് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. വാ. വായോ. വാടാ ആവി. വളരെ ചെറുപ്പത്തിലേ അപ്പൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവരാറുള്ളതാടാ. കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ പുഴയുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് പോയാൽ ആൾക്കാർ മീനൊക്കെ പിടിക്കും. ഭയങ്കര രസമാടാ ഈ സ്ഥലം. നീ വാടാ, നമുക്കിവിടെ 2 ദിവസം നിന്ന് സംഭവത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് പോവാം. വാ. ആ ചാമ്പലിക്ക് അടുത്തോണ്ട് വന്നാണ്. ഇങ്ങോട്ട് വരണം. നിങ്ങളുടെ മോൻ ഇവിടെ അല്ലേ അവിനാഷ്? അവനിപ്പോ വിളിച്ചായിരുന്നു സാറേ. അപ്പൊ തന്നെ വെക്കുകയും ചെയ്തു. അവന്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. ശരിക്കും എന്താ സാറേ സംഭവിച്ചത്? അവന്റെ പേരിലാ കേസ്. ആ കൂട്ടുകാരന്റെ നമ്പർ വല്ലതും ഉണ്ടോ കയ്യില്? 9847427217. അവൻ വിളിക്കുക വല്ലതും ചെയ്താ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. ശരി. അതെ, ഒന്ന് നിക്കണേ. ഇവിടെ അടുത്ത് ഒരു എബ്രഹാം സാറിന്റെ വീട് എവിടാ? നിങ്ങളാരാ? പോലീസിൽ നിന്നാ സാർ. അങ്ങോട്ട് പോയാൽ ആ കടത്തിറങ്ങി അക്കരെ കാണുന്ന വീടാണ്. ഓ ശരി, ആ കാണുന്നല്ലേ? ശരി. അവിടെ ആണെങ്കിൽ അവന്മാർക്ക് ഒത്തോളം പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. സൂക്ഷിച്ചിറങ്ങണേ. ഇവിടെ ആയതുകൊണ്ട് ആരും വരത്തില്ലടാ. വീടിന്റെ കഥവും പൂട്ടുണ്ടെന്ന് അവനോട് ഞാൻ പറഞ്ഞതാ. പൂട്ടിട്ട് പോവോ എന്തോ. മുട്ടിയാലും ഇല്ലെങ്കിലും ആഞ്ഞിരണ്ടിന്റെ കാര്യമുള്ളൂ. ചെറിയ ഓ, അവനൊന്നും വൃത്തിയാക്കി പോലുമില്ല. നീ ഇവിടെ ഇരി, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചും തരാടാ. വാടാ.
വാ വന്ന് ഭക്ഷണം റെഡി. വാ എനിക്ക് വേണ്ടടാ, നീ കഴിച്ചോ. വാടാ, ഇച്ചിരി കഴിച്ചിട്ട് വാ. നീ എഴുന്നിട്ട് വാ. വാ എടാ എനിക്ക് വേണ്ട, അതുകൊണ്ടല്ലേ. എടാ എഴുന്നേറ്റ് വാ, കുറച്ച് കഴിക്കാം. നീ എഴുന്നേറ്റ് വാ. എടാ എനിക്ക് വേണ്ടാഞ്ഞിട്ടാടാ, വേണ്ട, അതുകൊണ്ടാ. എടാ നീ എഴുന്നേറ്റ് വാ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. കുറച്ച് എന്തെങ്കിലും കഴിക്കാം. എടാ നീ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടാ അവിടെ നിന്നാ സേഫ് ആണോ? എടാ അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. എടാ പിന്നെ എന്താടാ അവിടെ ശരിക്കും സംഭവിച്ചേ? നിനക്ക് ഓർമ്മയില്ലടാ, അവളുമായുള്ള എൻ്റെ ബന്ധം പിരിഞ്ഞ ശേഷം കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്ന സമയത്താണ് അച്ഛൻ്റെ സുഹൃത്ത് വഴി ഇങ്ങനെ ഒരു ആലോചന. മോളെ ആ ന്യൂസ് ഒന്ന് ഈ അച്ഛൻ എപ്പോഴും ന്യൂസ് കണ്ടാ മതി. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത് ന്യൂസ് നോക്ക്. തിരുവല്ലയിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സന്ദീപ് കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 5ാം പ്രതി അബിയുടേതെന്ന് കരുതപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്തു. കൊലപാതകത്തിൽ തങ്ങൾ 5 പേർ പങ്കെടുത്തുവെന്ന സുഹൃത്തിനെ അറിയിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. യഥാർത്ഥ പ്രതികൾക്ക് പകരം ഡമ്മി പ്രതികൾ പോലീസിന് പിടികൊടുക്കുമെന്ന സൂചന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ചുമ്മാ കള്ളം പറയല്ലേ, എനിക്ക് എന്തു പറ്റി നീ വല്ലാതിരിക്കുന്നു? നീങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ സുഹൃത്തിനോടെന്ന രീതിയിലാണ് എന്ത് കാര്യം? നീങ്ങി വന്നേ, ഇവിടെ ഇരിക്ക്. ആരോടും പറയരുതെന്നും അച്ഛനൊരു കാര്യം പറയാനുണ്ട്. 1ാം പ്രതി ജിഷ്ണു, മറ്റു പ്രതികളായ പ്രമോദ് എന്നിവർ പോലീസ് അച്ഛന്റെ ഒരു പഴയ സുഹൃത്ത്. കൊലപാതകത്തിൽ പങ്കില്ലാത്ത മറ്റു അവൻ എന്നെ കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞു. അവന്റെ മോന് വേണ്ടിയാ. പയ്യനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പയ്യൻ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ എന്നോട് നിന്റെ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ചോദിച്ചിട്ട് കൊടുക്കും. വേണ്ട അച്ഛാ, എന്റെ പൊന്നമോളൊന്ന് സംസാരിച്ചു കഴിയട്ടെ. ഞാൻ ഒളിച്ചോടി പോകത്തൊന്നുമില്ല. എന്റെ മോൾ അത്രയ്ക്ക് മണ്ടത്തരം കാണിക്കത്തില്ലെന്നൊക്കെ അച്ഛൻ അറിയാം. ക്ഷേത്രത്തിലെ ഉത്സവം തൂക്കണ്ടേ? അങ്ങോട്ട് കേറിയിരുന്നു വായി. പിന്നെ കാണും വന്നിട്ട് തൂക്ക. ഓ, കുറച്ച് കഴിഞ്ഞിട്ട് തൂത്താ മതി. ഇപ്പൊ തൂക്കുന്നതിന് എടി എടി എടി, നമ്മുടെ വീട് പോലെ അല്ലേ ഇത്? വല്ലപ്പോഴും നമ്മുടെ നാട്ടിലാണെങ്കിലേ വല്ലപ്പോഴും ഒക്കെ തൂത്താ മതി. ഇവിടെ അതാണോ എപ്പോഴും തൂക്കണം? അതെ, ഞാൻ പോവാനേ. പിന്നെ നീ പോയിച്ചു വരുമ്പോഴേ കുറച്ച് മുറുക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണേ. മുറുക്കാനോ? ഇവിടെ അങ്ങനെ മുറുക്കാനുണ്ടാ? നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് മുറുക്കാം. അല്ല വെറുതെ ഇരിക്കല്ല. വേണ്ട, മുറുക്കാൻ മുറുക്കി മേളിന്ന് തുപ്പി താഴേക്കിട്ടാലേ ബലയുടെയൊക്കെ ദേഹത്ത് വീഴും. പിന്നെ അത് മതി പ്രശ്നം. അതാ, അതൊന്നും കുഴപ്പമില്ല. ഇയാളെ ചെറുക്ക എനിക്ക് ഇവിടെ നിൽക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല യവക്കും എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്ന് ബാങ്കിൽ പോവാനോ അല്ലെങ്കിൽ വായനശാലയിലോ നാട്ടുകാരും ഒക്കെ ആയിട്ടൊന്ന് സഹകരിച്ച് ജീവിക്കാൻ പറ്റണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്, ഇവനെ കൊണ്ട് പെണ്ണ് കിട്ടീരേ, അവരിവിടെ താമസിച്ചോട്ടെ, നമുക്ക് നമ്മുടെ നാട്ടിനും പോവാം.
അതെ, നമ്മളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് എത്രയെന്ന് പറഞ്ഞ ഇവിടെ കാലം കഴിക്കുന്നത്. നാട്ടിലൊരു വീട്, അത് ഒരാൾ പോലും പെരുമാറാനില്ലാതെ കിടക്കുന്നു. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ ഈ കുട്ടിയെ നോക്കി, ഈ കുട്ടി എങ്ങനെ നമ്മുടെ ഉണ്ണിപ്പിള്ളയെ അറിയോ നിനക്ക്? എടി എന്റെ കൂട്ടുകാരൻ, എന്റെ കൂടെ പണിയെടുത്ത അയാളുടെ മോള. എടി നീ കൊച്ചിനെ കണ്ടിട്ടില്ലേ? എനിക്കൊരു ഓർമ്മയില്ല. ആ തെക്കേലെ ഗോപിയുടെ മറ്റേ ഇവളുടെ കല്യാണത്തിന് വന്നപ്പോ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ച ഈ കൊച്ചി ആ പെണ്ണായി. എന്നാ പിന്നെ ഇത് ആലോചിക്കാം. അവൻ എന്താണെന്ന് വെച്ചാ ഇതിനകത്തൊരു തീരുമാനം എടുക്കട്ടെ. എന്തോടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എടാ ഒന്നും പറയണ്ടടാ, മൂപ്പിലാനേ ഫ്ലാറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ വലിയ പാടാ. അവരെന്നാണ് ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്നതിൻ്റെതായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വന്നതേ ദേ നോക്കി. എന്തോടാ പേര്? ദീപ. കൊള്ളാം. പിന്നെടാ അച്ഛൻ വിളിച്ചായിരുന്നു എന്നെ. അച്ഛൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. അവിനാശെ കേട്ടിട്ട് ഇത് നല്ല ബന്ധമാ. എടാ നീ ഓക്കെ പറയടാ, ഇതങ്ങ് നടക്കട്ടെ. എടാ മറ്റേ നീ കളയടാ. എടാ എന്താന്ന് വെച്ചാലേ, ഒന്നാമത് ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലടാ ഞാൻ. എടാ ഒന്നുമില്ല, നീ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ആ പ്രശ്നവും പ്രാരാബ്ദം എല്ലാം വരുമ്പോ ഇത് നീ മറക്കും. അതല്ല, നീ ഇതും ആലോചിച്ചോണ്ടിരിക്കുവാണെങ്കിൽ എത്ര നാൾ നീ ഇങ്ങനെ നിൽക്കുന്ന നടപടിയുള്ള കാര്യമാണോ അഭിലാഷ ഇത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലല്ല, നീ പറയുന്നത് കേൾക്കും. എടാ അച്ഛൻ വിളിച്ചായിരുന്നു എന്നെ, നല്ല ബന്ധമാ. നീ ഓക്കെ പറയണമെന്ന് ഉറപ്പാണോ? ആണേ. എന്റെ പൊന്നച്ചാ, ഇവിടെ രണ്ടെണ്ണമൊക്കെ അടിച്ച് ഇവിടെ ഇരുന്ന പോരെ. ശരിക്ക് പറഞ്ഞ ഈ ഫ്ലാറ്റിൽ ജീവിച്ച് ഞാൻ മടുത്ത്. എന്തോ മടുത്തു? എടാ എനിക്ക് ഈ നാട്ടുവഴിയിലൂടെയും നടവഴിയിലൂടെയൊക്കെ നടന്ന് ആളുകളെയൊക്കെ കണ്ട് അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതിന്റെ സുഖമൊന്നും വേറെയാ. ഏത് ഒരുമാതിരി ജയിലിൽ കിടക്കുന്ന പോലെ. എടാ എന്തായി? നീ ആ പെങ്കൊച്ചിന്റെ കാര്യം
നീ അത് ആലോചിച്ചോ? അച്ഛാ ഞാൻ പറ എനിക്ക് നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് മറുപടി. അതെ, എന്താ കാര്യം എന്ന് വെച്ചാലേ അവൾക്ക് ഇനി വല്ല പ്രേമോ വേറെ എന്തെങ്കിലും സെറ്റപ്പോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. എന്ത് വളരാടാ നീ പറയുന്നത്? എടാ, നീ ആ കുട്ടിയോടൊന്ന് സംസാരിക്ക്. അവളെ ആദ്യം ഒന്ന് കേക്ക്, മനസ്സിലാക്ക്. എടാ, മനുഷ്യരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോഴേ നമുക്ക് ഒരു 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 മനസ്സിലാക്കൽ എന്ന് പറയുന്ന പ്രക്രിയ നടക്കും. എടാ മക്കളത് കുടിക്കും. നാളെ വൈകിട്ട് ഉണ്ണിപ്പിള്ള വിളിക്കും. എനിക്ക് രണ്ടാളൊന്നും പറയണം. നീ ചെല്ല്, നിനക്ക് മതിയായി പോയിക്കോ. പോടാ. ഈ സ്ഥലവും അവൻ കണ്ടുപിടിച്ചു. മാറ്റി വെക്കണം. സാറേ അറിഞ്ഞു നിർത്ത് സാറേ. റൈറ്റ് സൈഡിൽ ഒരു വീട് പറഞ്ഞു. വേറെ വീടൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അവര് പറഞ്ഞു വെച്ചിട്ടാണ് ഇത് തന്നെയാവും സാറേ സാധാ. അവനെ പെണ്ണിനെയും കൂട്ടി മറ്റേടത്താണല്ലോ വന്നിരിക്കുന്നത് സാറേ. ഇവിടെ നോക്കി വരണേ. കുഴിച്ചു പോണേ സാറേ. സാറേ ഉള്ളി വെട്ടം കാണുന്നുണ്ട്, അതിനകത്തുള്ള ആരാണ്ട് സാറ് നോക്കിയിട്ട് ഈ പ്രദേശത്ത് ഈ ഒരൊറ്റ വീടേ കാണുന്നുള്ളൂ. ഇതിനകത്തുണ്ടോ സാറേ? നമ്മൾ കയറി നോക്കാം. അമ്മയുടെ തന്നെ കാണാം. വാ, താൻ ബാക്കി ഡോറുണ്ടോ നോക്കണേ. ആരുടെ ഉള്ളില് ഇറങ്ങിയാ പുറത്തോട്ട് ഇറങ്ങിയാ നീ അകത്തുവോ? ഞാൻ നോക്കാം. നീ അകത്ത് പോടാ. സാറന്മാരിവിടെ ഉണ്ടായിരുന്ന നീ മൊബൈൽ ഓഫ് ചെയ്ത് ഈ കോണത്തിനിടെ വന്നിരുന്ന ആരും കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? നീ ഒന്നും പറയണ്ടാ. നീയാണോ പെണ്ണെ കുത്തിയത്? അല്ല സാറേ, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഓ, അപ്പൊ നിനക്കും ഇതിനകത്ത് പങ്കുണ്ടല്ലേ? ആ യൂബറുകാരി പെണ്ണ് പറയുന്നത് നീ കുത്തിയെന്നാന്നല്ലടാ. സാറേ, എനിക്ക് പറയാനുള്ള ഒന്നും കേൾക്കണം. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മോർണിംഗ്. ഞാനേ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തനിക്ക് ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോളാം. അതെ, തൻ്റെ വണ്ടി ഞാൻ ഇങ്ങോട്ടൊന്ന് എടുക്കുവാണേ. അതെ, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. താൻ ഓർഡർ ചെയ്തു. ഓക്കെ ഓക്കെ. വാതിലടച്ചോണേ. എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്, നീ ആകെ മാറിപ്പോയി. ഞാനൊന്നും മാറിയിട്ടില്ല കേട്ടോ, നീ ആകെ തടി വെച്ചു. സത്യം, നിനക്കെന്നെ ഒന്ന് വിളിക്കാ. അതിന് സമയം കിട്ടണ്ടേ? കൂടെ ഉണ്ടായിരുന്ന എല്ലാരും വിളിച്ചു, നീ മാത്രം വിളിച്ചില്ല. നീ ഒരു ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്യുന്ന അറിഞ്ഞല്ലോ. ആ, നിനക്കൊന്ന് വിളിക്കായിരുന്നു കേട്ടോ ഇടയ്ക്ക്. ഹലോ എടാ, നീ എവിടാ? എടാ, ഞാൻ ഓഫീസിലാണ്. അവിടെ ഉണ്ടോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാവേ. ശരി. നീ ഫ്രീ ആണോ? ഫ്രീ ആടാ, നീ ഇങ്ങോട്ട് വാ. ഞാൻ എപ്പോഴും ഓർക്കാണ്ട് നമ്മുടെ കോളേജ് ലൈഫ്. നിനക്കൊന്നും ഓർമ്മയില്ലേ? വെറുതെ ഓരോന്ന് പറയാ.
ഒന്നും ഓർക്കാറില്ല. ഗണേശേ, പണിയാണോ? ഓ ഒന്നുമില്ല, ചാവി വരാൻ വേണ്ടി വന്നാ. നിന്റെ വണ്ടി കിട്ടിയത് ഭയങ്കര ഉപകാരപ്പെട്ടു കേട്ടോ. ഞാൻ പെട്ടു. നീ ഒരു ഉപകാരം ചെയ്യണം. അതെ, ഞാൻ വൈഫിന്റെ വണ്ടി എടുത്തോണ്ടാ വന്നത്. നീ എന്റെ വണ്ടി ആ ഫ്ലാറ്റിലേക്ക് ഇട്ടേക്കാം. അങ്ങനെ ഞാൻ കയറ്റിയിട്ടേക്കാം. എന്നാ ഞാൻ നിക്കുന്നില്ല, ഇറങ്ങുവാ. വൈകിട്ട് കാണാം. എടാ, നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്താടാ? ഇല്ല, ഞാൻ അവളെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. എടാ, വൈകിട്ട് കാണാം. നീ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി. ഇപ്പൊ പോട്ടെ, അല്പം തിരക്കുണ്ട്. ഓക്കെടാ. പോടാ. ഞാനോ? പിന്നെ ഹലോ, നീ എവിടാ? ഞാൻ പറഞ്ഞില്ല. എന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അവനെ കാണാൻ വന്നതാ. ഒരുപാട് നാളെയാണ്. അവിനാഷിനെ അറിയത്തില്ല. എന്റെ ഒരു പഴയ സുഹൃത്താ. സത്യമായിട്ട് ഞാനങ്ങനെ ഹലോ ഹലോ. അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഒരു വിവരമില്ലല്ലോ. ആണോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ടിപ്പോ ഓക്കെ ആയോ? പുള്ളി വന്നില്ലേ? 8 മണിയൊക്കെ ആവും. എന്നെ ഫ്ലാറ്റിലേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ. നീ പറ. നാളെ കണ്ടാലോ? നാളെ എനിക്ക് തൃശ്ശൂർ വരാൻ. നാളെ കഴിഞ്ഞ് മറ്റന്നാ കണ്ടാലോ? നീ ഒന്നും പറയാതെ. എടാ, ഹസ്ബൻഡ് വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാം. എത്ര നേരമായി നിന്നെ വിളിക്കുക? നീ ആരെടുത്തായി കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്? അമ്മ വിളിക്കായിരുന്നു വീട്ടിൽ നിന്ന്. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ട? എന്തേലും മതി. ശരി. എന്താ അവിനാഷേ, ഇന്ന് കൊറേ ലേറ്റ് ആയല്ലോ? ഒന്നും പറയണ്ട, ഭയങ്കര ജോലിയായിരുന്നതാ. നീ ശരിക്കും ഇവിടെ ഇരുന്ന് ബോറടിച്ച് കാണൂല്ലേ? ഏയ് വെറുതെ ഇല്ല. വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്തൂടെ? ഈ ബോറടി ഒന്ന് മാറിക്കിട്ടും. ഇപ്പൊ വേണ്ട. ഒരു കാര്യം ചെയ്യ്, നമുക്ക് പുറത്തു പോയി നല്ല തട്ടുദോശ അടിച്ചാലോ? വേണ്ട.
എന്തു പറ്റി ഒരു ചെറിയ തലവേദന പോലെ. തലവേദനയാ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ? വേണ്ട, റെസ്റ്റ് എടുത്ത് മാറിക്കോളൂ. അമ്മ എന്തി? അവളിവിടെ ഉണ്ട്. എടാ ദീപ എന്തി? അവളോ? അവള് നല്ല തലവേദനയാന്ന് പറഞ്ഞു. നേരത്തെ കടന്നു. എടാ തീരെ മേലാന്നുണ്ടെങ്കിൽ ഞാനും അവളും കൂടെ അങ്ങോട്ട് വരട്ടോ? വേണ്ട 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 വേണ്ട. എന്നാ രാവിലെ അവളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറ. എടാ ഞാൻ രാവിലെ വിളിക്കാൻ പറയാം. എടാ വായനശാലയിലെ വാർഷിക ഫണ്ട് കൊടുക്കണം. അതെങ്ങനെയാ? ഞാൻ കൊടുക്കട്ടെ. ഞാൻ രാവിലെ വിളിക്കാച്ചാ. എടാ എടാ, ഞാൻ നിന്നെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണുന്നുണ്ട്. വിളിക്കാം. അവിനാശ് ഉറങ്ങിയിട്ടില്ല. നാളെ രാവിലെ വിളിക്കാം. നമുക്ക് വീണ്ടും ഒന്ന് കണ്ടാലോ? ഓക്കെ. അന്ന് കണ്ടെടുത്ത് എന്റെ ഫ്രണ്ടിന്റെ കോഫി ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. എന്തായാലും നീ നാളെ രാവിലെ ഒന്ന് ഫ്രീ ആവും. ശരി എന്നാ. ഓക്കെ, എനിക്ക് ബൈ. അർജന്റ് മാറ്ററാണ്. ശരി കുമാർ. ആരാടത്? എടുത്തോടാ. ഹലോ. ഹലോ. അമ്മേ, ഞാനങ്ങോട്ട് വിളിക്കാം അമ്മേ. അതിനുശേഷം പിന്നെന്താ സംഭവിച്ചത്? ആ സംഭവത്തിന് ശേഷം അവളെക്കുറിച്ച് എന്തൊക്കെയോ ചില സംശയങ്ങൾ എൻ്റെ മനസ്സിൽ മിന്നിമായാൻ തുടങ്ങി. റെഡിയായോ? ശരി. ശരി. അവിനാഷ്, ഇന്ന് നേരത്തെ വരുമോ? ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്നെന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ചതാ. കല്യാണത്തിന് വരാനും കഴിഞ്ഞില്ല അവന്. അവൻ എന്തൊരു ആവശ്യത്തിന് ടൗണിൽ വരെ വരുന്നതാ. അപ്പോ എന്നെ കാണാൻ ഇവിടെ വരെ വരാന്ന് പറഞ്ഞു. അയാൾക്കൊരു ട്രീറ്റ്. അവിനാശ് പോയിക്കോ, ഐ വിൽ മാനേജ് ഇറ്റ്.
നിന്നെ എവിടൊക്കെ നോക്കി? കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് കയറി വന്നതാ. അതുമാത്രമല്ല, റൂമിലിരുന്ന് ശരിക്കും ബോറടിച്ചു. വാ, നീ വന്നേ. നീ എന്താ കഥ കടക്കായിരുന്നേ? അയ്യോ, ഞാൻ കഥ കടച്ചതായിരുന്നല്ലോ. പിന്നെ കഥ തുറന്നു കിടക്കല്ലായിരുന്നു? ആ അവിനാശേ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങാറായിന്ന്. നമ്മൾ എന്നാ അങ്ങോട്ട് പോകുന്നേ? അമ്മയച്ചനും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളെയും കൂട്ടി അവരങ്ങോട്ട് പോകും. കുറച്ച് ദിവസം അവിടെ നിൽക്കാനാ അവർ പറയുന്നേ. നമുക്ക് പോണം കേട്ടോ. എന്താ ഒന്നും മിണ്ടാത്തേ? എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് വല്ലാതെ ബോറടിച്ചു. അവിനാശ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, സമയം പോണില്ല. എന്തായാലും നമുക്ക് വീട്ടിൽ പോയി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. നിന്റെ സുഹൃത്തും പറഞ്ഞില്ല? അവന് നല്ല സുഖമില്ല, വേറെ ഒരു ദിവസം വരാന്ന് പറഞ്ഞു. ഞാൻ ചായ എടുക്കാം. നിന്നെ അതെ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? എനിക്ക് നല്ല മൂഡില്ല. ഒന്ന് നിന്നേ. അതെ, നീ ഇത്ര നേരം ഇവിടെ ഇരുന്ന് വല്ലാതെ ബോറടിച്ചല്ലേ. വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരിക്കും ഇന്ന് അവരെ ഉറങ്ങിയതുപോലെ. മിക്കപ്പോഴും ഈ സമയം ആവും കേട്ടോ ഞാൻ വരാൻ. ഇവിടുന്ന് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഞാൻ സ്ഥിരമായി ചെല്ലുന്ന ഒരു കടയുണ്ട്. നല്ല ജ്യൂസ് കിട്ടും അവിടെ. നമുക്കവിടെ പോയി നല്ല ജ്യൂസ് കുടിക്കാം. കല്യാണത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ കുറേ ലേറ്റായിട്ടാണ് ഞാൻ ഫ്ലാറ്റിലേക്ക് വരാറുള്ളത്. മിക്കവാറും എൻ്റെ കൂടെ സുനിത്ത് കാണും. ഒന്ന് കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ കുറേ രാത്രിയാവും. പിറ്റേ ദിവസം രാവിലെയൊക്കെ പോവുകയും ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും താനെന്താടോ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. എവിടെ നോക്കാണോ നീയൊക്കെ വണ്ടി ഓടിക്കുന്നത്? അവൻ്റെ നോട്ടം കണ്ടു. ഇവനൊക്കെ ആരുടെ നെഞ്ചത്തോട്ട് കയറാൻ പോകും? അതെ, തനിക്ക് കുടിക്കാൻ ഞാൻ ഓറഞ്ച് ജ്യൂസ് പറയട്ടെ? ഞാനിവിടെ നേരത്തെ വരുന്ന സ്ഥലമൊക്കെ ഇതേ ഇന്നെ ഇപ്പുറത്ത് കാണുന്ന ആ സ്ഥലമൊക്കെ ഇല്ല. അവിടെ സ്ഥിരം ഒരുപാട് പേരൊക്കെ വരുന്നതാട്ടോ. കുടി, ഈ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരും. നമുക്ക് പോയാലോ? എന്താ? ഒന്നുമില്ല, നമുക്ക് പോവാം. കാര്യം എന്താ? ഒന്നുമില്ല, നമുക്ക് പോവാം. എന്നാ വാ. ആരാണ് അയാൾ? അതെനിക്കറിയില്ല സാറേ. അവൾക്ക് വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും ബന്ധമുണ്ടായിരുന്നു?
കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾക്കൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര സീരിയസ് ആയിരുന്നില്ല സാർ. അയാളാണോ വന്നത്? അവൾ ആരെയോ എന്തിനെയോ ഭയപ്പെടുന്നതായി എനിക്ക് തോന്നി. ഞാൻ എത്രയൊക്കെ ചോദിച്ചു, അവളൊന്നും പറഞ്ഞില്ല. പല രാത്രികളിലും എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്താ? ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് തലവേദന. പനിക്കുന്നുണ്ടോ? പനിയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, ഡേറ്റ് ആയതിന്റെ റെസ്റ്റ് എടുത്ത് മാറും. എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, നിന്റെ അമ്മയോട് വരാൻ. വേണ്ട. ശരി, ഞാൻ കാര്യം. Ramana
മറന്ന ഒരനക്കമില്ലല്ലോ ഇപ്പൊ. കെട്ടിയാൻ പോയാ? പോയി. ഞാനിപ്പോ വിളിച്ചതേ വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. വല്ലതൊന്ന് സഹായിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റില്ല. അതെന്ത് പറച്ചിലാണ് നീ പറയണത്? എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. നീ ശരിക്കും ഇരുന്ന് ആലോചിക്കും. ഇനി എന്നെ വിളിച്ച ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നാ നീ അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. നീ നന്നായിട്ടിരുന്ന് ആലോചിക്കും. ഇല്ലെങ്കിൽ നിനക്ക് തന്നെ നാണക്കേട്. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. പിള്ളേര് വല്ലതും കാണണമെങ്കിൽ പിന്നെ ഒടുക്കത്തെ വിളിയായിരിക്കട്ടെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ കൂട്ടത്തില് കുറച്ച് പയ്യന്മാർക്ക് കാശിന് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പയ്യന്മാര് നിങ്ങൾ കൊണ്ട് കണ്ട് സീനായിട്ട് ഇരിക്കണേണ്ട. കുറച്ച് കാശ് അറേഞ്ച് ചെയ്താൽ പെട്ടെന്ന് എല്ലാം ഡീലാകും. എനിക്ക് ഉപദ്രവിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഈ കുറച്ച് കാശല്ലേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ലല്ലോ. വേറെ ആരെങ്കിലും വരുന്നില്ല. ഞാൻ പറയണൊന്നും മനസ്സിലാക്ക്. കുറച്ച് കാശ് തന്നാ മതി, ഞാനിതെല്ലാം ഇവിടെ നിന്ന് അവസാനിപ്പിച്ചോളാം. തന്നെ കൊണ്ട് നടക്കോ അത് പറ. നമ്മളൊരു പയ്യനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് വരും. തൻ്റെ കയ്യിൽ എന്താന്ന് വെച്ചാൽ കൊടുത്തു വിട്ടോ, കുഴപ്പമില്ല. ഹലോ ഹലോ ഹലോ
എന്തു പറ്റി? എന്താ എന്താ പറ്റി? നീ പോലും അറിയാതെ നിന്റെ മൊബൈൽ ഞാൻ ഹാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മോറെ നിക്കടോ. നിന്റെയൊക്കെ കൂടെ എങ്ങനെയാണ് ഒരു പെണ്ണ് വിശ്വസിച്ച് കിടക്കുന്നത്? എടി ഞാനൊന്ന് പറയട്ടെ. ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. എടി നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് കൂടെ കിടക്കുന്നത്? എടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയണ്ട, എനിക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ വയ്യ. ഒന്നങ്ങ് മോറെ നിക്കണം. അയ്യോ, ഓടി വായോ, ഓടി വാ. ഇതാ സാറേ ശരിക്കും സംഭവിച്ചത്. സോഷ്യൽ മീഡിയകളിലൂടെ യുവതികളെയും വീട്ടമ്മമാരെയും വലയിൽ വീഴ്ത്തി പണം തട്ടുന്ന 7 സംഘം കൊച്ചിയിൽ പിടിയിലായി. പാലാരിവട്ടം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി ഹൈദരലിയും ഒപ്പം അതിഥികളും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഹൈദരലിയിലേക്ക്. എന്താണ് ഹൈദരലി വിശദാംശങ്ങൾ? ജോയി, ദീപ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അവിനാശിനെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. ഈ ഒരു കാര്യത്തിൽ ബോധം തെളിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന ഒരു പ്രതികരണമാണ് പെൺകുട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുമായി സംസാരിച്ചതിന്റെ ശബ്ദ സന്ദേശം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞങ്ങളോട് അതേക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി ഒന്ന് പറയാമോ? വിവാഹത്തിന് മുമ്പേ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു ഒരു പയ്യൻ എടി നീ വന്നേ. ഇയാളെ നീ അറിയോ? എനിക്കൊന്നും അറിയില്ല. അല്ല, ഇയാളെ നമ്മൾ എനിക്ക് വേറെ ജോലിയുണ്ട്. അതങ്ങ് അടച്ചേക്ക്. മോളകത്തില്ലേ? ആ, അവിടെ അകത്തുണ്ട്. വിളിക്കണം. മോളെ, ഇത് നമ്മുടെ വിശ്വന്റെ മോനല്ലേ? ഇവനങ്ങ് വളർന്നു പോയല്ലോ. അല്ല, അവനിപ്പോഴും ഇറ്റലി തന്നെയല്ലേ? ഇങ്ങോട്ട് വരാൻ പ്ലാനൊന്നും ഇല്ലേ? ആ മോളെ, ഇവൻ കണക്കിന് കുറച്ച് വീക്കാ. നിന്റെ അടുത്ത് ട്യൂഷൻ എടുക്കാൻ വന്നതാ. ഇവനെ കൂടെ അങ്ങ് ഇറ്റലി കൊണ്ടുപോയിക്കൂടായിരുന്നു? അവിടെ ആകുമ്പോ നല്ല വിദ്യാഭ്യാസം കിട്ടുമായിരുന്നല്ലോ. അച്ഛനും അമ്മയൊക്കെ പലയിടത്തായിട്ട്. എടി, നിനക്ക് അവനെ മനസ്സിലായി? നമ്മുടെ വിശ്വന്റെ മോനാ. വായിച്ചേ മോള് വിളിക്കാറൊക്കെ ഉണ്ടോ? ദിവസങ്ങൾക്കുള്ളിൽ അവൻ എനിക്കൊരു അനുജനെ പോലെയായി മാറി. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും അവൻ അനുവദിച്ചിരുന്നു. കല്യാണം കഴിക്കാനോടാ? ഫോട്ടോ പാസ്വേഡ് എന്താ പറയണ?
എടാ ഞാൻ ക്ലാസ്സിലാണ് ഇപ്പോൾ വരാം. നീ ഇത് എവിടെ പോവാ? ഇപ്പൊ വരാം. എന്നാലും അവനിലുണ്ടായ അസാധാരണ മാറ്റം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടാ അഭിജിത്ത് വന്നില്ലേ? നേരിയടാ വരുവാടാ. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്തായാലും രാത്രി വിളിക്കാൻ ഞാൻ നിന്നെ. അതിൽ നിന്നൊക്കെ അവനെ തിരുത്തുവാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേച്ചി അകത്തുണ്ട്. അവളിത് എക്സാം ഫീസ് അടയ്ക്കാൻ പോവുക. എന്താണത്? പേടിച്ചു പോയല്ലോ. എന്താണ് രാവിലെ? എനിക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ പോണം. നീ നേരത്തെ വരണേ. സമയം പോയി. ചേച്ചി ഒന്നിക്കേ, എനിക്കിന്ന് മാത്രമേ പോണം. ഇത് പുറത്തിറങ്ങാൻ സമൂഹം എന്നെ എങ്ങനെ കാണുമെന്ന് ഞാൻ ശരിക്കും ഭയപ്പെട്ടു. എന്റെ ഭർത്താവും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ അറിഞ്ഞാലുള്ള ഭയത്താലാണ് ഞാനിത് അവരോട് പറയാതിരുന്നത്. ജോയി, ഈ ഒരു സംഭവത്തോടുകൂടി സോഷ്യൽ മീഡിയ ഏത് തരത്തിലാണ് വ്യക്തി ജീവിതങ്ങളെ അടക്കം ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മുന്നിൽ വെളിവായിരിക്കുകയാണ്. അതായത് സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയാനുള്ള ഉപയോക്താവിൻ്റെ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം. വസ്തുത എന്താണ് എന്ന് തിരിച്ചറിയാതെയുള്ള ഓരോ സോഷ്യൽ മീഡിയ ഷെയറുകളും തകർത്തെറിയുന്നത് ഓരോ കുടുംബ ജീവിതങ്ങളെയുമാണ്. അവിനാശിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉത്തമ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഏത് തരത്തിലാണ് ജനങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. ഈ ഒരു തലത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇതിനുവേണ്ടി കൃത്യമായ നിലപാടെടുക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. ഈ ഒരു നടപടി അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇത്തരം ദീപമാർ ആവർത്തിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അതായത് സ്ത്രീകൾക്ക് തങ്ങളുടെ നിലപാടുകൾ, തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമൂഹത്തിൽ ഒരുങ്ങേണ്ടതുണ്ട്. അതിന് കൃത്യമായ നടപടികൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി അധികാരി വർഗത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. ജോയ്, നമുക്കൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് IT വിദഗ്ധനും സാമൂഹിക നിരീക്ഷകനുമായ ശ്രീ ജോസഫ് സി മാത്യു ആണ്. അതിനൊപ്പം തന്നെ പാട്ടെഴുത്തുകാരിയും സാഹിത്യകാരിയുമായ ശ്രീമതി ശശികല മേനോനും പങ്കെടുക്കുന്നുണ്ട്. ഇത് ആദ്യമായല്ല കേരളത്തിൽ സോഷ്യൽ മീഡിയകൾ വില്ലനാകുന്നത്. എന്തുകൊണ്ടാണ് സാക്ഷര കേരളം സോഷ്യൽ മീഡിയ ഒരുക്കുന്ന ചതിക്കുഴിയിൽ പതിവായി വീഴുന്നത്? എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് നമുക്ക് പ്രക്ഷേപണം ചെയ്യാതെ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും അത് എന്താണ് അതിൻ്റെ ഒരു അല്പസമയം വെയിറ്റ് ചെയ്തിട്ട്, കാരണം ഇതിനകത്ത് നമ്മൾ പറയപ്പെടുന്ന വ്യക്തിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇത്രയ്ക്ക് വിപുലമായിട്ട് ഒരു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറയുക. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിവൊക്കെ ഒരുപാടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലെയും ഒരു ചെറിയ വിഭാഗത്തിനൊഴികെ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പീഡനം സംഭവിച്ചാലോ, ശരിയല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വന്നാലോ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതിന് തീർച്ചയായിട്ടും നമുക്കൊരു വനിതാ കമ്മീഷനുണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ വനിതാ കമ്മീഷൻ തന്നെയായാലും അവിടം വരെ കുട്ടികൾക്ക് എത്തിച്ചേരണമല്ലോ. അതിനുള്ളൊരു അവബോധം ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ അമ്മമാരുണ്ട്, അമ്മമാർ സുഹൃത്തുക്കളാവണം. അമ്മ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ട്യൂഷൻ എടുക്കാമെന്ന മാഷിൽ നിന്നിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതൊരു വലിയ ഭൂകമ്പമായതാണ്.
പക്ഷെ വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് നല്ലൊരു സുഹൃത്ത് അമ്മയായതുകൊണ്ടാണ്. എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിലെ ക്രിമിനലിസം നിയന്ത്രിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മളുടെ പൗരന്മാരുടെ ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ സർക്കാരുകൾ ചെയ്യേണ്ടിയിരുന്നത് പൗരന്മാർക്ക് വേണ്ടി ഈ സ്വകാര്യ സ്ഥാപനങ്ങളോട് സംസാരിച്ചുകൊണ്ട് സ്വകാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഭരണകൂടങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂറ്റൻ സ്വകാര്യ സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സ്വകാര്യതാ ലംഘനം നടത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി കുറേ വിവരങ്ങൾ തങ്ങൾക്കും ലഭിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം, ഈ സർക്കാരുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വകാര്യത ഒരു മൗലിക അവകാശമല്ല എന്നും ഒന്നും ഒളിച്ചു വെക്കാനോ കുറ്റവാളിയോ അല്ലാത്തവന് സ്വകാര്യത ഒരു വിഷയമല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ ഊന്നിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾക്കും നിയമ നടപടികൾക്കും മാത്രമേ ഇത്തരം പ്രവർത്തികളിൽ നിന്നെല്ലാം സ്ത്രീകളെ ആയാലും മറ്റ് വൾണറബിൾ ഗ്രൂപ്പിലുള്ളവരെ ആയാലും രക്ഷിക്കാനും സംരക്ഷിക്കാനും സാധിക്കത്തുള്ളൂ. സമൂഹത്തിലെ ദുർബലരായിട്ടുള്ളവരെ എല്ലാം രക്ഷിക്കണമെങ്കിൽ അതേ സാധിക്കത്തുള്ളൂ. അതിന് ആ വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് പരമപ്രാധാന്യം ലഭിക്കുന്ന ഒരു നിയമനിർമ്മാണം ഉണ്ടാകേണ്ടത്. പലപ്പോഴും സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹം സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പരക്കം പായുന്നുണ്ട്. ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ, അന്വേഷണമില്ലാതെ കാണുന്നതൊക്കെയും വിശ്വസിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിന്, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും സോഷ്യൽ മീഡിയയുടെ ചൊൽപ്പടിക്കാണ് ഇപ്പോൾ ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ധമായ സോഷ്യൽ മീഡിയ ഭ്രമം ബാധിച്ച സമൂഹത്തെ ക്രിമിനലുകൾ ചൂഷണം ചെയ്യുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. കാറ്റും മഴയും വെയിലും ഒക്കെ വന്നു പോകും. ഋതുക്കളൊക്കെ മാറി മാറി വന്നാലും സ്നേഹബന്ധങ്ങൾ ഇങ്ങനെ എപ്പോഴും തളിരിട്ടുകൊണ്ടിരിക്കും. നമുക്ക് തണലാകുന്നത് നമ്മുടെ സഹയാത്രികർ തന്നെയാണ്. ഇങ്ങനെ